കേന്ദ്രത്തിൽ നിന്നുണ്ടായിരിക്കുന്ന ഈ നടപടി കേരളത്തിന് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്തതാണ്. തികച്ചും ഏകപക്ഷീയമായിട്ടാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തിരിക്കുന്നത്. കേരളവും തമിഴ്നാടും രണ്ട് സംസ്ഥാനങ്ങളുടെ പ്രതിനിധികളെ അഭിപ്രായ സമന്വയത്തോടെ ഓരോ സംസ്ഥാനവും ശുപാർശ ചെയ്ത പ്രകാരമാണ് ഈ സമിതിയിലേക്ക് അംഗങ്ങളായി വന്നിട്ടുള്ളത്. അതിൽ കേരളത്തിൻ്റെ പ്രതിനിധിയായിരുന്ന ശ്രീ TK ശിവരാജനെ അദ്ദേഹത്തെ അകാരണമായി നീക്കം ചെയ്തിരിക്കുകയാണ്. ഇതേക്കുറിച്ച് കേരളത്തോട് അഭിപ്രായം ചോദിച്ചിട്ടില്ല, കേരളവുമായി ആശയവിനിമയം നടത്തിയിട്ടില്ല, നമ്മുടെ ഗവൺമെൻറ്റുമായിട്ട് ആലോചിക്കാതെയും വകുപ്പുമായി ആലോചിക്കാതെയുമാണ് ഇങ്ങനൊരു നടപടി ചെയ്തിരിക്കുന്നത്. അതിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു. ഈ നടപടി അടിയന്തരമായി പിൻവലിക്കണമെന്നും കേരളത്തിൻ്റെ പ്രതിനിധിയെ പുനഃസ്ഥാപിക്കണമെന്നുമുള്ള ആവശ്യമാണ് കേരളം ഉന്നയിച്ചിട്ടുള്ളത്. ഇതിപ്പോൾ ഈ പുറത്താക്കിയതിന് ശേഷമെങ്കിലും ഔദ്യോഗികമായി അറിയിക്കും, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ ലെറ്റർ വന്നിട്ടുണ്ട്, ഇങ്ങനെ ഇദ്ദേഹത്തെ ഒഴിവാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ലെറ്റർ നമ്മുടെ വകുപ്പ് സെക്രട്ടറിക്ക്, അഡീഷണൽ ചീഫ് സെക്രട്ടറി അതിന് മറുപടി കൊടുത്തു. നമ്മുടെ മറുപടി സെക്രട്ടറി, മിനിസ്ട്രി ഓഫ് ജലശക്തി, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ പ്രതിനിധി സെക്രട്ടറിക്കാണ്, ഗവൺമെൻറ് സെക്രട്ടറിക്കാണ്, മിനിസ്ട്രിയിലേക്കാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതിൽ നമ്മുടെ ഒബ്ജക്ഷൻ നമ്മൾ അറിയിച്ചിട്ടുണ്ട്. ഒരു കാരണവശാലും നമ്മൾ അംഗീകരിക്കുന്നില്ല എന്നുള്ള വിവരവും ഇത് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ഈ TK ശിവരാജൻ വ്യക്തിപരമായ കാര്യങ്ങളാൽ വിട്ടുനിൽക്കുകയാണ് എന്ന് അറിയിച്ചു എന്നാണ് കേന്ദ്രം വിശദീകരിക്കുന്നത്. അതിലൊരു അർത്ഥമില്ല. അങ്ങനെ കേരള ഗവൺമെൻറ്റിനെ അറിയിക്കണ്ടേ? അങ്ങനെ ഏതെങ്കിലും ഒരു ഒബ്ജക്ഷൻ അവർക്ക് സെൻറ്ററിനുണ്ടെങ്കിൽ അവർ ചെയ്യേണ്ടത് എന്താണ്? ഇത് സുപ്രീം കോടതി നിർദ്ദേശിച്ചത് പ്രകാരമാണല്ലോ രണ്ട് സംസ്ഥാനങ്ങളുടെ പ്രതിനിധി വന്നിരിക്കുന്നത്. കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും പ്രതിനിധികൾ വന്നിരിക്കുന്നത് ആ ഗവൺമെൻറ്റാണ് സജസ്റ്റ് ചെയ്തിട്ടുള്ളത് ആരെ വെക്കണം. നമ്മളൊരു പാനലാണ് കൊടുത്തത്. ആ പാനലിൽ നിന്ന് TK ശിവരാജൻ എടുത്തു. TK ശിവരാജൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒബ്ജക്ഷൻ ഈ സമിതിക്കുണ്ടെങ്കിൽ അവർ ചെയ്യേണ്ട വിവരം കേരള ഗവൺമെൻറ്റിനെ അറിയിക്കണമല്ലോ. നിങ്ങളുടെ പ്രതിനിധിയുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് എന്നെ പോലെ ഒബ്ജക്ഷൻ ഉണ്ട്, ഒന്നുകിൽ പ്രതിനിധിയെ മാറ്റിത്തരണം, അല്ലെങ്കിൽ ആ കാര്യത്തിൽ എന്തെങ്കിലും അവർ നടപടി എടുക്കേണ്ടി വരും. ഇത് ഗവൺമെൻറ്റിനെ അറിയിക്കുകയും ഗവൺമെൻറ്റുമായി കൂടിയാലോചിക്കുകയും ചെയ്യേണ്ടതായിരുന്നു. അത് ചെയ്യുന്നതിന് പകരം തികച്ചും ഏകപക്ഷീയമായിട്ട് ഇവർ ചെയ്തിരിക്കുകയാണ്. തികച്ചും ഏകപക്ഷീയമായി ചെയ്തിരിക്കുന്നു എന്ന് മാത്രമല്ല, കേരളത്തിൻ്റെ പ്രതിനിധിക്ക് പകരം വെച്ചിരിക്കുന്നത് UP-കാരനെയാണ്. UP-കാരന് ഇവിടെ എന്താ കാര്യം? അപ്പോൾ ഇവിടെ IIT റൂർക്കിയുടെ പ്രതിനിധിയാണ് എന്ന് പറഞ്ഞ ഒരാളെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് കേരളത്തിൻ്റെ പ്രതിനിധിക്ക് കേരളത്തിൻ്റെ പ്രതിനിധി തന്നെ വേണം. അതിന് നമുക്ക് ഇവിടെ പറയാം, കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും പ്രതിനിധിയാകിയല്ലോ. അങ്ങനെയാണ് തമിഴ്നാടിൻ്റെയും പ്രതിനിധിയെ മാറ്റണ്ടേ? സർക്കാരിന്റെ പുതിയ തീരുമാനങ്ങളിലെ പുതിയ സർക്കാർ വന്ന പശ്ചാത്തലത്തിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഡാം പണിയാനുള്ള തീരുമാനത്തിലേക്ക് വരെ ആ പ്രഖ്യാപനം വരെ വന്നു. അപ്പോൾ അതിനൊക്കെ ഒരു തിരിച്ചടിയാകുമോ? കേരളത്തിന്റെ നീക്കങ്ങൾക്ക് ഇതൊരു തിരിച്ചടിയാകും? ഇതിൽ കേരളത്തിൻ്റെ നീക്കങ്ങൾക്കൊന്നും ഇതൊരു തിരിച്ചടിയല്ല. ഇത് തികച്ചും ഏകപക്ഷീയമായി ചെയ്തിട്ടുള്ള കാര്യമാണ്. ഇത് നമ്മൾ ഇപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യനെ നമ്മൾ അറിയിച്ചു കഴിഞ്ഞു. നമ്മുടെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയെ സംബന്ധിച്ച് കത്ത് നമ്മൾ കൊടുത്തു. ഇത് റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ ഇൻഡിപെൻഡൻറ്റ് പാനൽ ഓഫ് എക്സ്പെർട്സ്. ഇത് നമുക്ക് ഇവർ ചെയ്തിരിക്കുന്ന നടപടി തെറ്റായതുകൊണ്ട് നമുക്ക് കോംപ്രഹെൻസീവ് ഡാം സേഫ്റ്റി ഇവാലുവേഷന് വേണ്ടിയിട്ടുള്ള മുല്ലപ്പെരിയാർ മുല്ലപ്പെരിയാർ ഡാമുമായി ബന്ധപ്പെട്ട സമിതിയിൽ കേരളത്തിൻ്റെ പ്രതിനിധിയെ തന്നെ അടിയന്തരമായി പോസ്റ്റ് ചെയ്യണം എന്ന ആവശ്യം നമ്മൾ ഉന്നയിച്ചിരിക്കുകയാണ്. ഇത് അവിടെ തികച്ചും അവരൊരു ഏകപക്ഷീയമായി ചെയ്ത നടപടി എന്ന നിലയിൽ ബന്ധപ്പെട്ട ആളുകൾ തിരുത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മുടെ കേരള ഗവൺമെൻറ് എടുത്തിരിക്കുന്ന നിലപാടുകളുമായി ബന്ധപ്പെട്ട് ഇതിന് ഒരു തിരിച്ചടിയുമില്ല. പക്ഷേ ഇത് ശരിയല്ല, ഇത് ശരിയല്ല. ഇത് തികച്ചും ഏകപക്ഷീയമായി ചെയ്ത നടപടിയാണ്. ഈ നടപടി അടിയന്തരമായി തിരുത്തണം എന്ന ആവശ്യം നമ്മൾ ഉന്നയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഗവൺമെൻറ് സെക്രട്ടറി ലെവലിലാണ് നമ്മൾ അറിയിച്ചിരിക്കുന്നത്. ഇനി ഇക്കാര്യത്തിൽ പരിഹാരം ഉണ്ടാകുന്നില്ലെങ്കിൽ കേന്ദ്ര ജലവിതരണ വകുപ്പ് മന്ത്രിയുമായി ഇക്കാര്യത്തിൽ നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് ഇടപെട്ടുകൊണ്ട് ആവശ്യമായ പരിഹാരത്തിന് വേണ്ടിയുള്ള അടിയന്തര നടപടികളും അടിയന്തര ഇടപെടലും ഉണ്ടാവും. ശിവരാജനെ ഒഴിവാക്കിയത് നമുക്ക് കത്ത് വന്നത് എന്നാണ്? അത് നീക്കിയതിന് ശേഷമാണ് നീക്കം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാണ് കത്ത് വന്നിരിക്കുന്നത്. നീക്കം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ് കത്ത് വന്നു. ആ കത്ത് വരുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഒരു വിവരം അവർ തീരുമാനം എടുത്തിരിക്കുന്നു എന്നവർ അറിയുന്നത്. നമ്മൾ ഇമ്മീഡിയറ്റ് ആയി തന്നെ അതിന് മറുപടി കൊടുത്തു. ഒരു കാരണവശാലും അംഗീകരിക്കുന്നില്ല, ഇത് തികച്ചും ഏകപക്ഷീയമാണ്, കേരളത്തോട് കൂടിയാലോചിക്കാതെ ചെയ്ത കാര്യമാണ്. തന്നെയുമല്ല, കേരളത്തിൻ്റെ അവകാശത്തെ, കേരളത്തിൻ്റെ പ്രതിനിധിയെ വയ്ക്കാനുള്ള അവകാശത്തെ ഇവർ നിഷേധിച്ചിരിക്കുകയാണ്. അങ്ങനെ നിഷേധിക്കാൻ അവർക്ക് അധികാരമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അംഗീകരിക്കുന്ന പ്രശ്നമില്ല. ഈ നിലപാട് അടിയന്തരമായി തിരുത്തണമെന്ന ആവശ്യമാണ് കേരളം ഉന്നയിച്ചിരിക്കുന്നത്.
അതിനുവേണ്ടി ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകും. രണ്ട് ഡാം വീണ്ടും ഡാം പണിയുന്നുണ്ടെങ്കിൽ അത് നടക്കില്ല എന്നുള്ളൊരു നിലപാട് അവർ കർശനമായിട്ട് എടുത്തിട്ടുണ്ട്. പറയുകയും അതായത് സഭയിലടക്കം അതൊരു നയപ്രഖ്യാപനം പോലെ അവരത് അവിടെ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. സഭയിലടക്കം അത് അവതരിപ്പിച്ചിട്ടുണ്ട്. അല്ല, അതിപ്പം അവരുടെ ഇത് സുപ്രീം കോടതിയുടെ പരിഗണനയിൽ നിൽക്കുന്ന വിഷയമാണ്. സുപ്രീം കോടതി കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും ആവശ്യങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നു. ഇതിൽ ഇനി എന്തെങ്കിലും കാര്യത്തിൽ നിലപാടെടുക്കണമെങ്കിൽ സുപ്രീം കോടതിയുടെ അനുമതിയോടെ മാത്രമേ പറ്റൂ. അപ്പോൾ ഏകപക്ഷീയമായി ഇപ്പം ഒരു തമിഴ്നാട് ഗവൺമെൻറ് ഒരു നിലപാട് അവർക്ക് നിലപാട് പറയാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്, കേരള ഗവൺമെൻറ്റിനുണ്ട്. കേരള ഗവൺമെൻറ്റിൻ്റെ നിലപാട് വളരെ വ്യക്തമാണ്. നമ്മളിവിടെ ഈ കാര്യത്തിൽ രണ്ട് സംസ്ഥാനങ്ങളും തമ്മിൽ അഭിപ്രായ സമന്വയത്തോടെ ഈ വിഷയം തീരണമെന്നുള്ള നിലപാടാണല്ലോ കേരളം എപ്പോഴും സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ വിഷയത്തിൽ കേരളത്തിൽ ഗവൺമെൻറ് എടുത്തിരിക്കുന്ന നിലപാട് കേരള ജനതയുടെ സുരക്ഷയാണ്. കേരള ജനതയുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം ഉണ്ടാവുക എന്നത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ആവശ്യമാണ്. എന്നാൽ അതോടൊപ്പം തമിഴ്നാടിന് ആവശ്യമായ വെള്ളം കൊടുക്കാൻ നമ്മൾ തയ്യാറുമാണ്. ഇത് ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ സമയത്ത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാർ നേതൃത്വം കൊടുത്ത ഗവൺമെൻറ്റിൽ അന്ന് ജലവിഭവ വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീ പി ജെ ജോസഫ് സാറിൻ്റെ നേതൃത്വത്തിൽ ഗവൺമെൻറ് എടുത്തിരിക്കുന്ന ഒരു ധാരണയാണ്. അത് തുടരുകയാണ്. പക്ഷേ അഭിപ്രായ സമന്വയത്തിന് മുഖ്യമന്ത്രിയായിട്ട് സംസാരിക്കുമെന്ന് പറഞ്ഞു. പക്ഷെ അത് സാധ്യമാവും ഇത്തരത്തിൽ? അല്ല, നമ്മൾ ശ്രമിച്ചു നോക്കുക എന്നുള്ളതാണ്. അവരെടുക്കുമ്പോൾ ശ്രമിച്ചു നോക്കുക എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. കേരളത്തിലും തമിഴ്നാട്ടിലും രണ്ട് പുതിയ ഗവൺമെൻറ്റുകൾ വരുന്നു. രണ്ട് ഗവൺമെൻറ്റുകൾ തമ്മിലുള്ള ഒരു കൂടിയാലോചനയുടെ ഒരു അഭിപ്രായ സമന്വയത്തിന് സാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കുക എന്നുള്ളത് കേരളത്തിൻ്റെ കടമയാണ്. അത് തീർച്ചയായിട്ടും ബഡ്ജറ്റ് അവതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ. നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ്റെ നേതൃത്വത്തിൽ ഗവൺമെൻറ് ഇക്കാര്യങ്ങൾ പരിശോധിച്ച ശേഷം സർക്കാർ ഒരു തീരുമാനം എടുക്കണം. അതിൽ തമിഴ്നാട് അങ്ങനെ ചർച്ചയ്ക്ക് തയ്യാറാകുന്നില്ലെങ്കിൽ നമ്മൾ സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്തി നമ്മുടെ ആവശ്യം നിറവേറ്റിയെടുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുക എന്നുള്ളതാണ് പിന്നെ നമ്മുടെ മുൻപിലുള്ള മാർഗ്ഗതയേ ഉള്ളൂ. നമ്മളതിൽ ശക്തമായി ഉറച്ചു നിന്നുകൊണ്ട് ആ നിലപാടുമായിട്ട് മുന്നോട്ട് പോകും. അതിനകത്ത് കേരള ജനതയുടെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള നമ്മുടെ ആവശ്യത്തിന് വേണ്ടി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ മുമ്പിലുള്ള സാഹചര്യം. അതനുസരിച്ച് തന്നെ ഗവൺമെൻറ് മുന്നോട്ട് പോകും. ഓക്കെ, താങ്ക് യു.